നമ്മളിതൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും പ്ലെയിൻ റൈസിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ അല്ലാതെ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിലിന് പ്രത്യേക ഒരു ടേസ്റ്റും മണവും അറിയുന്നത് കൊണ്ടാണ് നമുക്കൊരു ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ഒനിയൻ പൊടിയായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഒരു മീഡിയം ടു ഹൈയിൽ വെച്ച് വേണം നമുക്കിതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഇത് നമ്മുടെ ഓനിയൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചാനൽ 1000+ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ എത്താൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും ഒരുപാട് എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇനിയും എന്നോടൊപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ ഉള്ളി ഇപ്പോൾ ഇവിടെ ഒന്ന് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ റോസ്റ്റഡ് ജീര പൗഡറും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മസാലയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസ് നന്നായിട്ട് കുറച്ച് സിമ്മിൽ വെച്ച് വേണം നമുക്കിതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടൊമാറ്റോ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് ടൊമാറ്റോ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 1/2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൊമാറ്റോ വെന്ത് കിട്ടും. അപ്പം സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയല്ല തയ്യാറാക്കുന്നത്. പിന്നെ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ടൊമാറ്റോയും ആ വെള്ളമൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. നന്നായിട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ ഒരു 3 പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും ഒരു എരിവൊന്നുമില്ലാത്ത മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 1-2 മുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ച് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ മസാലയും തൈരുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊണ്ടിരിക്കണം. ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇത് വലിയ തീയാണെങ്കിൽ വലിയ ചൂടിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചേർത്തത് മസാല ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ആ തൈരൊന്ന് വറ്റിച്ച് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഒരു കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല.
ഒരു 1.5 മിനിറ്റ് സമയമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 7-8 നട്ട്സ് ഞാൻ ഒരു ചൂടുവെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി സ്ട്രക്ചറിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ച് ക്രീമാക്കി എടുത്തത് നമുക്ക് ആ നട്ട്സിൻ്റെ ക്രീം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചേർക്കുന്ന സമയത്ത് ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഇതുവരെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മഷ്റൂം കറിയാണ് തയ്യാറാക്കുന്നത്. ഞാനൊരു 1 കപ്പ് മഷ്റൂം നന്നായിട്ട് ക്ലീനാക്കി 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം കറിയാണ്. ഇതേ രീതിയിൽ മഷ്റൂം കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ, വളരെ ടേസ്റ്റാണ്. നമുക്കിനി ഇതിലേക്ക് ഹോം മെയ്ഡ് ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കസൂരി മേത്തി 1 ടീസ്പൂൺ ഞാൻ പൊടിച്ചെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും നല്ല മണവും ഒക്കെയാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് മഷ്റൂം ചേർത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. മഷ്റൂമിലുള്ള വെള്ളം തന്നെ ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പം തന്നെ ചിക്കനൊന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കറികൾ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. റെസ്റ്റോറൻറ്റിൽ പോലും നമുക്കിതുപോലുള്ള കറി കിട്ടത്തില്ല. ഇത് അത്രയും നല്ല ടേസ്റ്റാണ്. വേറെ ലെവലിലുള്ളൊരു ടേസ്റ്റുള്ള കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമുക്ക് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി പൊടിയായി കട്ട് ചെയ്ത കൊറിയൻഡർ ലീഫും ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളിപ്പം നട്ട്സിൻ്റെ പേസ്റ്റ് അരച്ചെടുത്ത ആ ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കൊറിയൻഡർ ലീഫ് ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്